61 സങ്കീർത്തനം, Psalm 61. സങ്കീർത്തനം ബാക്കി പ്രതിവാക്കുമായിട്ട് നമുക്ക് വായിക്കാം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും, അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും, അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. You may be seated. നല്ല രാവിലെ സമയത്തിനിടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കിവിടെ നല്ല സമയമാണെങ്കിലും ഏതാണ്ട് millions of people are affected by the earthquake happened in last week. അനേകർ ഭവനങ്ങൾ നഷ്ടപ്പെട്ട്, ബന്ധുമിത്രാദികളൊക്കെ നഷ്ടപ്പെട്ട് അനേകർ കഷ്ടത്തിലും പ്രയാസത്തിലുമായിരിക്കും. നമുക്ക് ഈ പകൽക്കാലവും ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ ദൈവത്തെ അറിയുവാൻ എല്ലാം ഇടയാതെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഉപരിയായിട്ടെല്ലാം ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനക്കാരനും അത് തന്നെയാണ് പറയുവാനുള്ളത്. സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്, എനിക്ക് അത്യുന്നതമായ പാറയിലെങ്കിലേക്ക് എന്നെ നടത്തുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരന് ഒരു പക്ഷേ അനേക പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കും, ദാവീദ് അനേക പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കും. പക്ഷെങ്കിൽ ദൈവം തന്നെ ദൈവത്തിങ്കിലേക്ക് നടത്തുന്നതായിട്ട് അറിയുവാനിടയായിട്ടുണ്ട്. നമുക്കറിയാമോ ഈ അത്യുന്നതനായ ദൈവത്തെ നമുക്ക് അറിയുവാനിടയായിട്ടുണ്ടോ? ഈ ദൈവം ഒരിക്കൽ അബ്രഹാമിന് സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. God appeared at the age of 99 as an almighty God. But still Abraham did not recognize or approve him. Abraham said, thank God, I don't need your care. Me and Sarah had some plans for us. ദൈവത്തെ മനസ്സിലാക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞിട്ടില്ല. ലോകത്തിലൊരു മനുഷ്യനും ഈ സർവശക്തിയുള്ള ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഹ്യൂമൻ ബ്രെയിനിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഹ്യൂമൻ ലാംഗ്വേജിനൊന്നും ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ദൈവം അത് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഈ പകൽക്കാലം അങ്ങനെ ഒരു വെളിപ്പാട് നമുക്ക് പ്രാപിക്കണം. By just reading the book and even Bible, we cannot understand him. അതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഈ പകൽക്കാലം ആവശ്യമായിരിക്കുന്നത്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് കൂടാതെ എന്നെ നിങ്ങൾക്ക് അറിയുവാൻ പറ്റത്തില്ല. Only through Holy Spirit you know me. Only through me you know the Father, because I know the Father. ഈ പകൽക്കാലം ഈ ഒരു വെളിപ്പാട് ലഭിക്കുന്നതിന് വേണ്ടി ആര് പ്രാർത്ഥിക്കും ഈ പകൽക്കാലം? പക്ഷേ ദൈവത്തെ, സർവശക്തിയുള്ള ദൈവത്തെ അബ്രഹാമിന് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായ അനേകർ വേദപുസ്തകത്തിലുണ്ട്. നമ്മുടെ യോശുവയുടെ പുസ്തകം, can someone read Joshua chapter 2 verse 9 to 10? ഓക്കെ, നിങ്ങൾ കേട്ടോ ഈ വായിച്ചത്? ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ചെങ്കടൽ ദൈവത്തിൻ്റെ മുൻപിൽ രണ്ടായിട്ട് മാറിപ്പോയി. ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നു. വീണ്ടും നമുക്കറിയാം, യോർദാനെ ദൈവം പിളർത്തി രണ്ടാക്കി ഇസ്രായേൽ ജനത്തെ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടത്തി. ഇതെല്ലാം കണ്ടിട്ടും ഇസ്രായേൽ മക്കൾക്കും ഈ ദൈവത്തെ അറിയുവാനിടയായില്ല. ഈ ദൈവത്തിൻ്റെ സർവശക്തിയെ അന്വേഷിക്കുവാനോ അറിയുവാനോ അവർക്ക് ഇടയായില്ല. പക്ഷേ ശത്രുക്കളായ രാജ്യങ്ങൾ, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് ഈ ദൈവത്തിൻ്റെ ഭീതി അവരുടെ മേൽ ഇടയായി.
നമ്മൾ വായിക്കുന്നത് ജോഷുവ 2 സ്പൈസിനെ അയക്കുമ്പോൾ അവരോട് റാഹാബ് എന്ന സ്ത്രീ പറയുന്ന കാര്യമാണ് നമ്മൾ കേട്ടത്. അവരുടെ എഴുതിയിരിക്കുന്നത് ജനമെല്ലാം ഈ ദൈവത്തെ കേട്ടിട്ട് ഉരുകിപ്പോയി. നമുക്കൊരു ഭയമുണ്ടോ ഈ ദൈവത്തെപ്പറ്റി ഈ പകൽക്കാലം? സീഹോനും ഓഗും 2 അമോര്യ രാജാക്കന്മാരാണ്. അവരോട് ചോദിച്ചു, ഞങ്ങൾ ഈ ദേശത്തോടൊന്ന് കടന്നു പോക്കോട്ടെ, വീടത്തില്ലെന്ന് പറഞ്ഞു. ദൈവം അവരെല്ലാം നിർമൂലമാക്കി അവരുടെ രാജ്യത്തെ കൂടെ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായിട്ട് കൊടുത്തു. ഇത് കേട്ടിട്ട് ജനത്തിൻ്റെ എല്ലാം ഹൃദയം ഉരുകിപ്പോയി. നമ്മളെങ്ങനെ ഇരിക്കുന്നു ഈ പകൽക്കാലം? നമ്മൾക്ക് ഈ ദൈവത്തെ പറ്റിയുള്ള അറിവ്, ദൈവത്തോടുള്ള ബഹുമാനം. ഇഫ് യു ഡോണ്ട് നോ ദിസ് ഗോഡ്, വി കനോട്ട് വർഷിപ്പ് ഹിം, വി കനോട്ട് പ്രേ ടു ഹിം, വി കനോട്ട് ലവ് ഹിം. ഈ ഒരു വെളിപ്പാട് ഈ പകൽക്കാലം നമ്മൾ പ്രാപിക്കണം. ഇവിടെ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊരു വാക്ക് പറയുവാൻ നമ്മൾ വളരെ കെയർഫുൾ ആകണമെന്നാണ്. നമ്മൾ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ നമുക്ക് തോന്നുന്നു നമുക്ക് ഈ ദൈവത്തെ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊരു സ്വയം ശോധന ചെയ്യണം. ഈ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ, നമുക്ക് അറിയുവാനിടയായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും അധികം കടക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള സ്നേഹത്തിനുമെല്ലാം നമ്മൾ മുന്നേറേണ്ടത് വളരെ ആവശ്യമായിരിക്കും. നോയിങ് ഗോഡ് ഈസ് എ ട്രാങ്ക്വിലിറ്റി. ദൈവം നമുക്ക് സമാധാനവും സ്വസ്ഥതയും തരും ദൈവത്തെ അറിയുവാനിടയായാൽ. പുറപ്പാട് പുസ്തകം എക്സോഡസ് 33:14 പറയുന്നത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മോശയോട് പറയുന്നതാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നുവെന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നമ്മളെ ദൈവം അറിയുമെങ്കിൽ ദൈവം നമ്മളെ വഴികളെ അറിയിക്കും. പക്ഷേ ഇസ്രായേൽ മക്കൾ കണ്ടതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തികളാണ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമൊന്നും രുചിച്ചറിയുവാൻ ഇടയായില്ല. മോശയ്ക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും വഴിയും എല്ലാം അറിയുവാൻ ഇടയായിട്ടുള്ളൂ. അതിൻ്റെ വീണ്ടും നമ്മൾ വായിക്കുന്നത് 14-ാമത്തെ വാക്യം വായിക്കുന്നത്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ഈ ദൈവത്തെ നമ്മൾ അറിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുവാൻ കഴിയത്തുള്ളൂ. സ്വസ്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്രമം ലഭിക്കുവാൻ കഴിയത്തുള്ളൂ. സ്വസ്ഥത നൽകുന്നത് നമുക്ക് ദൈവമാണ്. ലോകം നമുക്ക് യാതൊരു സ്വസ്ഥതയും നൽകുന്നതല്ല. അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് ഈ ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത്. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നതായിട്ടൊന്നുമില്ല. അതിൻ്റെ എല്ലാം മധ്യത്തിൽ ലോകമെല്ലാം ഇങ്ങനെ വേവറി ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിലെല്ലാം നമ്മൾ ഈ ദൈവത്തെ അറിയുവാൻ നമ്മൾ ഉത്സാഹിക്കണം. ദൈവവചനം പറയുന്നത്, ജാഗ്രതയോട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ നമ്മൾ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കണം. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാമ്പ് വളരെ കൗശലമേറിയതായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാമോ? 3-ാമത്തെ വാക്യം. സ്നേക്ക് വാസ് ക്രാഫ്റ്റി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ക്രാഫ്റ്റി എന്നുള്ള വാക്കിൻ്റെ വേറൊരു വാക്ക് നിങ്ങൾക്കറിയാമോ? സ്മാർട്ട്. നമ്മളെന്തുവാ ഈ സാധനത്തിനെ വിളിക്കുന്നത്? സ്മാർട്ട് ഫോൺ. ഇത് നമ്മളെ പാപത്തിൽ അകപ്പെടുത്തുമെന്നാണ്. ഈ ഗാഡ്ജറ്റ്സ് എല്ലാം, സ്മാർട്ട് ഗാഡ്ജറ്റ്സ് ഇതെല്ലാം നമ്മളെ പാപത്തിൽ അകപ്പെടുത്തും. പാമ്പ് കൗശലമേറിയതായിരുന്നു. അതുകൊണ്ടാണ് ഹവ്വ പാപം ചെയ്യുവാനിടയായത്. പകൽക്കാലം നമ്മുടെ ജീവിതം നമ്മൾ എത്രയധികം സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ആഡമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹി ഡൈഡ് സ്പിരിച്വലി ആൻഡ് ഹിസ് ബോഡി ബിക്കം ഡീക്കേ. ശരീരം അഴുകിപ്പോകുവാനിടയായി. അതിനെയാണ് നമുക്ക് വീണ്ടും യേശു വന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. നമുക്കറിയാം, മാളികമുറിൽ കാത്തിരുന്നവരുടെ മേലെല്ലാം ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്ന് വീണ്ടും ദൈവം സഭയെ പണിയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ പകൽക്കാലം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉപവാസ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ കേട്ടത് അതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥനായി നമ്മളെ ഗൈഡ് ചെയ്യുന്നതിന്, എപ്പോഴോട്ടാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്? ദൈവത്തിങ്കിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിന് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ്. ഈ പകൽക്കാലം ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എല്ലാവർക്കും ഇടയാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ
അവരൊക്കെ സ്മാർട്ടാണ്, പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തെ അറിയുവാൻ ഇടയാകത്തുള്ളൂ. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം നമ്മളെല്ലാം അനേക പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. ദാനിയേലിനോട് ദൈവം പറയുന്നത്, എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും വീര്യപ്രവർത്തികൾ. ഇന്ന് വീര്യപ്രവർത്തികളൊന്നും നടക്കുന്നില്ല. നമ്മൾ എവിടെ നോക്കിയാലും പ്രസംഗങ്ങളും അത്ഭുത പ്രവൃത്തികളും പാസ്പോർട്ടിന് നമ്മൾ വിളിച്ച് പറയുന്നതും വീട് എങ്ങോട്ടായിരിക്കുന്നതെന്നും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് അറിയുന്നുണ്ടോ എന്ന് വളരെ നമ്മൾ ആലോചിക്കണം. സ്നേക്ക് വാസ് ക്രാഫ്റ്റി, സ്മാർട്ട്. ലോകമെല്ലാം ഇന്ന് സ്മാർട്ടിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഗണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം ഓരോ കൂട്ടത്തെ തനിക്ക് വേണ്ടി ഒരുക്കുന്നുമുണ്ട്. ഈ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവത്തെ നമുക്കറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാനും കഴിയത്തുള്ളൂ. ഈ ദൈവത്തെ നമ്മളറിയാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ ഉയർത്തുവാൻ കഴിയും? ഇന്ന് അനേകർ അവിടെ ഇവിടെ എല്ലാം സുവിശേഷ വേലകളാണ് ചെയ്യുന്നത്. എന്തുവാ ചെയ്യുന്നതെന്ന് ശരിക്കും നമ്മൾ ആലോചിക്കണം. ഈ ദൈവത്തെ അറിയത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ കഴിയും? അതുകൊണ്ട് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ കഴിയത്തുള്ളൂ. മെയിൻ കുടുംബ പ്രശ്നങ്ങളുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ ദൈവത്തെ അറിയുവാൻ ആരും ഉത്സാഹിക്കുന്നില്ലെന്നുള്ളതാണ്. ഈ പകൽക്കാലം ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും ദൈവം അബ്രഹാമിനെയും ദാനിയേലിനെയും താൻ വിളിച്ച് വേർതിരിച്ചവരെല്ലാം സ്നേഹിപ്പാൻ ഇടയായി. അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാനിടയായി. നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവത്തിന് എല്ലാവരുടെയും സ്നേഹം ഒരുപോണക്കാണ്. പക്ഷേ വേദവസം ശരിക്കും വായിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ പല വിധത്തിലാണ്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അബ്രഹാമിനോട് പറയുന്നത് എൻ്റെ പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ് പറയുന്നത്, മൈ ഡാർലിംഗ്. യേശുവിനെ പറ്റി സ്വർഗം പറയുന്നത് ദൈവത്തിൻ്റെ ഡാർലിംഗ് എന്ന്. അതുപോണക്കാണ് ദാനിയേലിനെ വിളിച്ചത്. എന്തുകൊണ്ടാണ്? അവനിൽ വേറൊരു ആത്മാവുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം മോശയെ വിളിക്കുന്നത്, ദൈവം വിളിക്കുന്നത് എൻ്റെ ദാസനായ മോശെ. എന്നാൽ ഇസ്രായേൽ മക്കളിൽ ആരെയും അങ്ങനെ വിളിച്ചായിട്ട് നമ്മൾ അധികം പേരെ കേൾക്കുന്നില്ല. ഈ വിളികൾ കേൾക്കുവാൻ നമ്മളൊന്ന് ഒരുങ്ങുമോ? ഈ പകൽക്കാലം ദൈവത്തിന് പ്രിയരായി ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരമായിരിക്കും. നീ അത്യുന്നതനായ ദൈവം. ദൈവത്തിൽ നാം വസിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനവും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻജോയ് ചെയ്യുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരെ താൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. നിത്യജീവൻ. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയത് നിത്യജീവനാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് 900 വർഷം കഴിഞ്ഞ് മരിച്ചു പോകാനൊന്നുമല്ല. നിത്യത നൽകി അത്, പക്ഷെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമുക്കറിയാം വീണ്ടും അത് യേശു നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. നിത്യത നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുക. ഈ ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിപ്പോൾ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കത് പിന്നീട് പ്രയാസമായിട്ട് മാറും ഈ പകൽക്കാലം. അങ്ങനെയുള്ളവർ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കുവാനിടയാവും. നമുക്കറിയാം നമ്മുടെ ലോകമൊക്കെ ഈ സ്മാർട്ട് ഡിവൈസസ് ഒക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. പക്ഷേ എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തെ അറിയുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനിടയാകും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരമാലകളും എല്ലാം നമ്മളെ അടിച്ചേക്കാം. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം നമ്മളെ അതിൻ്റെ എല്ലാം മുകളിൽ ഉയർത്തി നിർത്തും. ലോകത്തിലെ സ്ഥിതിഗതികളെല്ലാം ഓരോ ദിവസവും മൊറാലിറ്റി എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു മൊറാലിറ്റിയും ഇല്ലാത്തൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവജനത്തിന് നോക്കുവാനുള്ളത്, ആശ്രയിക്കുവാനുള്ളത് ഈ ദൈവത്തിലാണ്. അങ്ങനെ ദൈവത്തെ അറിയുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ താൻ ഉയർത്തും, താൻ പരിപാലിക്കും. ഈ പകൽക്കാലം അങ്ങനെ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ പരിപാലനത്തിന് കീഴിലായിരിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.